എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നേ ഗുരുവായൂർ പോവാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ ഗുരുവായൂർ ഇന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന സമയം പറഞ്ഞാൽ രാവിലെ 6:17 6:20 ആ സമയത്താണ് പോകുന്നത് കേട്ടോ. രാവിലെ നേരം വെളുത്തോ വെച്ച് കഴിഞ്ഞാൽ വെളുത്തു, ഇല്ല ചോദിച്ചാൽ ഇല്ല, അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് പോകുന്നത്. അപ്പോൾ സാധാരണ സമയം പറഞ്ഞാൽ നമ്മൾ ഒരു 2:30-3 മണിക്ക് എണീറ്റിട്ടാണ് പോവാറ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല, നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ലേശം പ്രശ്നമുണ്ട്. അത് കാരണമാണ് ഈ നേരത്ത് പോകുന്നത്. ഇപ്പോൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, അമ്മ, വൈഫ്, എൻ്റെ 2 കുട്ടികൾ, പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മോനെയും ഞാൻ വിളിച്ചു. അപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി. പിന്നെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരിനെ കുറിച്ചിട്ട് പോണതിൽ ഉള്ള ഒരു അനുഭവം എന്താ നമുക്ക് പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ അകമലയിൽ കയറി ഒരു മുട്ടൊക്കെ ഇറക്കി, നമ്മുടെ ഒരു വിശ്വാസമാണത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ആദ്യം അകമലയുടെ മുമ്പ് കൂടെയാണ് നമ്മൾ എപ്പോഴും പോവുക. അപ്പോൾ ആ പോകുമ്പോൾ അവിടെ കയറി ഒന്ന് തൊഴുത്, ശാസ്താവിനെ കയറിയിട്ടൊന്ന് തൊഴുത് ഒരു മുട്ട ഇറക്കുക പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ ഒക്കെ തീരണേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു നാളികേരമൊക്കെ വാങ്ങി ഇത് പൊട്ടിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് ഞാനൊരു നാളികേരം ഞാൻ കൈ പിടിക്കണം വിചാരിച്ചാണ്, പക്ഷേ അത് ഞാൻ പിടിച്ചില്ല. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നൊരു കുഞ്ഞൊരു നാളികേരം ഞാൻ വാങ്ങി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിന് 30 രൂപ. നാളികേരത്തിന് ഇപ്പോൾ നല്ല വിലയുണ്ട്. എന്താ വെച്ചാൽ 70 രൂപ 75 രൂപയൊക്കെ ഉണ്ട് തോന്നുന്നു കിലോന്. അപ്പോൾ എനിക്ക് 30 രൂപ എന്ന് പറഞ്ഞപ്പോൾ, കുഞ്ഞ നാളികേരത്തിന് 30 എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അത് ഒരു കച്ചവടമല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നാളികേരം വാങ്ങി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ നല്ലൊരു ഒന്നും വരരുതൊന്നും കാര്യമൊന്നും തടസ്സമൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നന്നായി. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് നമുക്ക് ഗുരുവായൂരത്തെ അനുഭവം എന്താണ്ടായിച്ചാൽ, നമ്മൾ 8:30 ഒക്കെ ആകുമ്പോൾ ഗുരുവായൂരെത്തിയിട്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ തൊഴുകാൻ വേണ്ടി നിന്നത്. എന്താ കാരണം, അത് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഗുരുവായൂരിൽ നിന്ന് നല്ല തിരക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഇന്ന് അവിടെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിൽ നമ്മൾ നിന്നാൽ പിന്നെ പോരാതെ അമ്മയുണ്ട് കൂടെ. അമ്മയ്ക്ക് 74 വയസ്സായി. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിക്കാതെയൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, എന്തെങ്കിലും ചായ എന്തെങ്കിലും ഇത് കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ തടുത്ത് നിർത്താൻ പറ്റും. പക്ഷെ അതൊരു വയസ്സായാലും. അപ്പോൾ അത് കാരണം നമ്മൾ ഇതായിട്ട് ചെറിയ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ടാണ് ക്യൂവിൽ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാലല്ല, നമ്മൾ ഭഗവാനെ തൊഴുകാൻ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രസാദം വാങ്ങാൻ പോയി, അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്ദനം വാങ്ങാൻ ക്യൂ നിൽക്കണം, പുണ്യാഹം വാങ്ങാൻ ക്യൂ നിൽക്കണം, അപ്പം മറ്റേ പായസത്തിൻ്റെ പഞ്ചാരയും പഴം വാങ്ങാനും ക്യൂ നിൽക്കണം, അത് റെസീറ്റ് ആക്കാൻ ക്യൂ നിൽക്കണം. ഇനിയിപ്പോൾ അതല്ല എന്താ നമ്മൾ പിന്നെ ഇതിന് പറയുമല്ലോ, എന്താ മറ്റേ കടുമധുരോ പിന്നെ പാൽപ്പായസം, അത് വാങ്ങാനും ക്യൂ നിൽക്കണം. അതിൻ്റെ ഡപ്പ വാങ്ങാൻ ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ട് ആകെ പെനഞ്ഞു. പിന്നെ പോരാതെ തന്നെ മറ്റേ നമ്മൾ മൊബൈൽ നമുക്ക് അവിടെ അലോഡല്ല. മൊബൈൽ പറ്റില്ല, ടച്ച് വാച്ച് പറ്റില്ല, അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ പറഞ്ഞത് മൊബൈൽ പറ്റില്ല, മറ്റേ വാച്ച് പറ്റില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളത് സെൻസറിൻ്റെ ചാവിയാണ് ഉണ്ടായിരുന്നത്. കാറിൻ്റെ ചാവി, എനിക്ക് കാറിന് ചാവിയില്ല, ഒരു സെൻസർ കീബോർഡാണ്, സെൻസറിൻ്റെ ഒരു കീയാണ്. അപ്പോൾ അത് അവർക്ക് അലോഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കാറിൻ്റെ ചാവിയാണ്. അപ്പോൾ അതും അവർക്ക് പ്രശ്നമില്ല, പക്ഷേ മൊബൈൽ പറ്റില്ല. എന്നിട്ട് മൊബൈൽ ഞാൻ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതുവരെ കുറച്ചുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മൊബൈൽ അവിടെ കൊണ്ടുവച്ചു. ക്ലോക്ക് റൂമിൻ്റെ വിറ്റ് എന്താ വെച്ചാൽ, അവിടെ കൊണ്ടുപോയിട്ട് മൊബൈൽ കൊണ്ടുവയ്ക്കാൻ ഒരു നല്ലൊരു ക്യൂ, ഒരു 15 മിനിറ്റോളം 20 മിനിറ്റ് ക്യൂ നിൽക്കണം. ആ മൊബൈൽ തിരിച്ച് വാങ്ങാൻ ഒരു 15-20 മിനിറ്റ് ക്യൂ നിൽക്കണം. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു 10-200 കല്യാണം ഉണ്ടെന്ന് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവിടെ പോയി ആ ക്യൂവിൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത്രയും നേരം എന്താ വെച്ചാൽ, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ 74 വയസ്സായ ആളാണ്. പക്ഷേ അവരെന്നെ അവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ, നമുക്ക് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒന്നവിടെ തൊഴുകാനോ അങ്ങനെയുള്ള ഒരു ക്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഞാൻ വേറൊരു സംഭവം കണ്ടു. അതായത് 5 ആൾക്ക് VIP ആയിട്ട് തൊഴുകാൻ 4500 രൂപ. ഞാനത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതായത് നമ്മൾ ജനറലായിട്ടുള്ള ക്യൂവിലാണ്, അതിൽ മര്യാദ ക്യൂ ആണ്.
ഒരു കറക്കം അല്ല ഒരു കറക്കം വരെ ആയിരുന്നു ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതായത് നമ്മൾ 8:45 തൊഴുകാൻ നിന്നു. 1:45 തൊഴുതിറങ്ങുന്നത്. അവർ 11 മണിക്കൊക്കെ ഉച്ചപൂജയൊക്കെ തുടങ്ങിയിട്ട് 12:30 ഉച്ചപൂജ കഴിഞ്ഞത്. അപ്പോൾ 12:30 നമ്മളതിനെ കയറ്റി വിടുകയും ചെയ്തത്. എന്നിട്ട് 1:30 പുറത്തിറങ്ങി. പക്ഷേ 1:30 ശേഷം 3:30 വരെ വീണ്ടും അടച്ചു പൂജ അടയ്ക്കണം. നട അടയ്ക്കുകയാണ്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തോ നവീകരണ പരിപാടിയുള്ള കാരണം കൊണ്ട് അടയ്ക്കുകയാണെന്നാണ് പറഞ്ഞത്. മൈക്കയിൽ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അവിടെ ഓരോ ഇതിലും ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കയ്യോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ ശ്രദ്ധിക്കണം, പേഴ്സ് ശ്രദ്ധിക്കണം, ആഭരണങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ക്യൂവിനെ നിയന്ത്രിക്കാൻ അവിടെ പറ്റുന്നില്ല. ഒരു കുടിവെള്ളമൊക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ എത്ര സമയം പിടിച്ചിട്ടാണ് അറിയോ കുടിവെള്ളമൊക്കെ കൊണ്ടുവന്നത്. അത്ര തിരക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര തിരക്ക് ഗുരുവായൂരിൽ കാണുന്നത്. കല്യാണത്തിൻ്റെ ആൾക്കാരാണ് മെയിനായിട്ടുള്ളത്. അവരും വന്നിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ അവിടുത്തെ പ്രസാദമാണ് അവിടുത്തെ ഫുഡ്. അത് കഴിക്കണമെച്ചാലും മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കണേ. ക്യൂ നിന്നിട്ട് ആകെ വയ്യാതെയായി എന്ന് പറയാൻ പറ്റും. അങ്ങനെ. പക്ഷെ നമ്മളിപ്പോൾ ആ ക്യൂവിലൊന്നും നിന്നൊന്നുമില്ല. നമ്മൾ തൊഴുകാൻ ക്യൂവിൽ നിന്നു. പക്ഷെ അവിടെ നമ്മൾ പ്രസാദവും കാര്യങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല. എന്താ വെച്ചാൽ അതിലൊക്കെ ക്യൂ ആണ്. എല്ലാവിടെയും ക്യൂ. അപ്പോൾ പ്രസാദത്തിൻ്റെ അത് ഒഴിവാക്കി. എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് തൊഴുക മാത്രമേ ചെയ്തു. തൊഴുത് കടന്ന് വന്ന് നമ്മൾ വഴിക്കുന്ന ഫുഡ് കഴിച്ചു. നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ ബൈ. നമുക്കിനി അടുത്ത വീഡിയോ.